അവിടെ ഇങ്ങനെ പ്രാർത്ഥന ഇതിനകത്ത് വട്ടക്കല്ലായിരുന്നു. അപ്പോൾ വട്ടക്കല്ലിൽ നിന്ന് അച്ഛൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവരും തലക്ക് ഇങ്ങനെ പിടിക്കണമായിരുന്നു. ആ സമയത്ത് ഇതുപോലെ അച്ഛൻ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് പോയി തല ഒടിച്ച് അച്ഛൻ കൈ ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു, തീയും വെള്ളവും സൂക്ഷിക്കണോട്ടാ, നീ നോക്കിക്കോട്ടാന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ തമാശയായിട്ട് അച്ഛൻ പറഞ്ഞത് ഞങ്ങൾക്ക് സത്യം പറയണമെങ്കിൽ ഇതിന് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞങ്ങൾ രണ്ടുപേരും മൈൻഡ് ചെയ്യാതെ പോയി ചൊവ്വാഴ്ച പോയി ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച വൈകുന്നേരം 4 മണിയായിപ്പോഴേക്കും കൃത്യമായിട്ട് പൊള്ളലേറ്റി 60 അബോ പൊള്ളി. എൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ പറഞ്ഞ് കൈ ഒഴിഞ്ഞ് കിട്ടൂലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എറണാകുളം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി അഡ്മിറ്റായി. 2-ാം ദിവസം എൻ്റെ ശരീരമൊക്കെ വീർത്ത് ഇരുമ്പും കട്ടിലായിരുന്നു, അത് ഒടിഞ്ഞ് വീണ്. അപ്പോൾ കാലിലൊക്കെ വെയിൻ കിട്ടാത്തതുകൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞ്. അപ്പോൾ ഇവൾ പറഞ്ഞു അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ പ്രാർത്ഥന സഹായം തേടി. അതിനുശേഷം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഇയാൾ പ്രാർത്ഥിക്കുകയായിരുന്നു, എൻ്റെ കട്ടിൽ കമർന്നിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ സിസ്റ്ററിന് വെയിൻ കിട്ടാളല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഒരു 8 മണി 9 മണി പാകത്തിലായപ്പോൾ എൻ്റെ കാലയിൽ എനിക്ക് ഭയങ്കര കുളിര് തന്നെ. കുറേ നേരം ഇപ്പോൾ എൻ്റെ കാലയിൽ ഒരു സ്ത്രീ, നീല ഉൾപ്പെട്ട സ്ത്രീ കൊച്ചിനെ പിടിച്ച് മാറ്റി തടകണം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, ബിന്ദു, ഒരു സ്ത്രീ ഒരു കൊച്ചിനെ പിടിച്ച് എൻ്റെ കാലിൽ തടകുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്ത് പറ്റി മാക്സിമം സിസ്റ്റർ എങ്ങനെ എനിക്ക് കുളിര് വന്നു ഭയങ്കര എന്തോരെ ഒരു സ്ത്രീ കൊച്ചിനെ പിടിച്ച് തടകിയിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് സിസ്റ്റർ ഒന്ന് കാല് നോക്കിയപ്പോൾ കാലിൽ നീരൊക്കെ മാറി വെയിൻ തെളിഞ്ഞ് കിട്ടുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്നറിയോ, വെയിൻ കിട്ടാണ്ട് അപ്പം കട്ട് ചെയ്ത് പ്ലാസ്മ കിട്ടണമെന്നാണ് പറഞ്ഞു വെച്ച്. അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ കിടന്നിട്ട് ഞാൻ കാലിൽ മാതാവ് തടകാനായിട്ട് ഞാൻ ശരിക്കും കണ്ടതാണ്. അതിൻ്റെ അനുഭവത്തിൽ അതിൽ ഞാൻ രക്ഷപ്പെട്ടത് മാതാവിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. അതിന് മാതാവിനും ഈശോയ്ക്ക് കോടാനുകൂടി നന്ദി.